കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തരംഗമായി മാറിയ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം CPM-നെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡായ ഗാനം UDF ശരിക്കും അങ്ങ് പ്രയോജനപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊല്ലത്തെ CPM-നെ മറ്റൊരു പോറ്റി പേടിപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും പോറ്റിപ്പേടിയിലാണ് കൊല്ലത്തെ, പ്രത്യേകിച്ച് കൊട്ടാരക്കരയിലെ CPM പാർട്ടി. വരുന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ഒറ്റ വനിതയ്ക്കും CPM സീറ്റ് നൽകുന്നില്ല. സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിനൊപ്പമെന്ന് ആവർത്തിച്ചു പറയുന്ന പാർട്ടിയിൽ നിന്നുണ്ടായ അവഗണനയ്ക്കെതിരെ കനത്ത പ്രതിഷേധമുണ്ടെങ്കിലും പരസ്യ നിലപാടെടുക്കാൻ ഒരു സ്ത്രീകളും തയ്യാറല്ല. CPM-ന്റെ ജില്ലയിലെ പ്രമുഖ വനിതാ നേതാവും 2006 മുതൽ 15 വർഷക്കാലം തുടർച്ചയായി കൊട്ടാരക്കര MLA-യുമായിരുന്ന P. ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലേക്ക് പോയത് പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കി. ഇതിനു പിന്നാലെ അഞ്ചൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സുജ ചന്ദ്രബാബു പാർട്ടി വിട്ട് മുസ്ലിം ലീഗിലേക്ക് പോയി. 2 വനിതാ നേതാക്കളും CPM-നെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പാർട്ടി വിട്ടത്. അത് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 5 സീറ്റുകളിലാണ് CPM മത്സരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം അംഗീകരിച്ച സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയിൽ ഒരു വനിത പോലും ഇടം പിടിച്ചില്ല. 4 സിറ്റിംഗ് MLA-മാരിൽ കൊല്ലത്ത് മുകേഷിനെ ഒഴിവാക്കി പകരം CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ S. ജയമോഹന്റെ പേരാണ് ഉൾപ്പെടുത്തിയത്. ഇരവിപുരത്ത് M. നൌഷാദും കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ചവറയിൽ സുജിത് വിജയൻപിള്ളയും വീണ്ടും മത്സരിക്കും. കുണ്ട്രയിൽ SL സജികുമാറിന്റെ പേരാണ് സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചത്. 2006 മുതൽ CPM-ന് ജില്ലയിൽ വനിതാ MLA-മാരുണ്ടായിരുന്നു. 2006 മുതൽ 5 വർഷക്കാലം P. ഐഷ പോറ്റിയും J. മേഴ്സിക്കുട്ടി അമ്മയും ഉണ്ടായിരുന്നപ്പോൾ മേഴ്സിക്കുട്ടി അമ്മ മന്ത്രിയായിരുന്നു. 2006, 2011, 2016 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി മത്സരിച്ച ഐഷ പോറ്റിക്ക് 2021 സീറ്റ് നൽകിയില്ല. പകരം KN ബാലഗോപാലിനെ മത്സരിപ്പിച്ചു. ഐഷ പോറ്റി 2016 നേടിയ 45,000 വോട്ടിന്റെ ഭൂരിപക്ഷം ബാലഗോപാലിലേക്ക് വന്നപ്പോൾ 10,000-ഓളമായി കുറഞ്ഞു. കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനെതിരെ ഐഷ പോറ്റി UDF സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം ഉറപ്പായി. ജില്ലയിൽ മത്സരിക്കാൻ സീറ്റ് പ്രതീക്ഷിച്ച വനിതാ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്. അവർക്ക് കടുത്ത നിരാശയാണ് പാർട്ടി നൽകിയത്. കഴിഞ്ഞ തവണ തോറ്റെങ്കിലും കുണ്ട്രയിൽ ഇക്കുറി സീറ്റ് പ്രതീക്ഷിച്ച J. മേഴ്സിക്കുട്ടി അമ്മ സീറ്റ് ലഭിക്കില്ലെന്നറിഞ്ഞതോടെ നിരാശയിലായി. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും യുവജനക്ഷേമ കമ്മീഷൻ മുൻ അധ്യക്ഷയുമായ ചിന്ത ജെറോമും കൊല്ലം കോർപ്പറേഷൻ മുൻ മേയർ പ്രസന്ന ഏണസ്റ്റും കുണ്ട്ര സീറ്റിൽ മത്സരിക്കാൻ ഏറെ ആഗ്രഹിച്ചവരാണ്. ഇവർ മൂവരും ലത്തീൻ സമുദായ അംഗങ്ങളുമാണ്. കൊല്ലം കോർപ്പറേഷന്റെ ആദ്യ മേയറായിരുന്ന അഡ്വക്കേറ്റ് സമിത ബീഗത്തിന്റെ പേര് ഇരവിപുരത്ത് പരിഗണിച്ചിരുന്നുവെങ്കിലും ജയസാധ്യത കണക്കിലെടുത്ത് M. നൌഷാദിന് 3-ാം ഊഴം നൽകാനാണ് പാർട്ടിയുടെ നീക്കം. ഇക്കാര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. CPM വനിതകൾക്ക് സീറ്റ് നൽകിയില്ലെങ്കിലും ഇടതുമുന്നണി ഘടകകക്ഷിയായ CPI മന്ത്രി ചിഞ്ചു റാണിയെ മത്സരിപ്പിക്കും. ചടയമംഗലത്ത് തന്നെ അവർ മത്സരിക്കാനാണ് ഏറെ സാധ്യത. കോൺഗ്രസിൽ നിന്ന് 2 വനിതകൾ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയും കൊട്ടാരക്കരയിൽ CPM വിട്ടെത്തിയ P. ഐഷ പോറ്റിയും.